അങ്ങനെ നിങ്ങളുടെ കുറച്ച് പേര് എൻ്റെ ജീവിതത്തിൽ എന്ത് നടക്കുന്നുള്ള ചോദ്യത്തിന് ഉത്തരമേ ഞാൻ പിന്നെയും വരുന്നു എ ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ എണീറ്റ് പുട്ടും 2 ഞാലിപ്പൂമ്പഴ അടിച്ച് കർത്താവെ എന്നെ മാത്രം രക്ഷിക്കണമെന്ന് പറഞ്ഞു ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി. സിനിമാറ്റിക് ഷോട്ടല്ല കേട്ടോ, ക്യാമറ ഔട്ട് ഓഫ് ഫോക്കസ് ആയതാണ്. ലിഫ്റ്റൊക്കെ അങ്ങനെ തുറന്ന് നീ സൂപ്പറട ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് ക്യാബിലേക്ക് നടന്നു. ജെറ്റ് വിമാനം അന്ന് നിന്നാണെങ്കിൽ പൈലറ്റ് ആണെങ്കിൽ കൂടെ ഞാൻ എപ്പോഴും എത്തി നോക്കാറുണ്ട് കേട്ടോ. ആൽബിനോട് ബായി പറഞ്ഞ് ഡിസ്പാച്ചിലേക്ക് വെച്ച് പിടിച്ചതാണ്. ഞാൻ ഒരിക്കലും ഫിറ്റില്ലാന്ന് ഉറപ്പ് വരുത്താനായിട്ട് BA ചെയ്ത് ഡിസ്പാച്ചിലെത്തി. നല്ല ചുറുചുറുക്കുള്ള ചെറുക്കന സാറേ, ശാന്തന, സൽസ്വഭാവിയ. ഈ നല്ലവനെ ഉണ്ണിയാണ് എൻ്റെ കോ പൈലറ്റ് പ്രബീഷ്. ഇത്ര എളിമ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ഒരു സെക്ടർ ലാൻഡിംഗ് പ്രബീഷിന് കിട്ടുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ്. ഇന്നത്തെ സെക്ടേഴ്സ് കൊച്ചി ഡൽഹി കൊച്ചിയാണ്. അങ്ങനെ ഞങ്ങൾ എയർക്രാഫ്റ്റ് എത്തി. ഫസ്റ്റ് സെക്ടർ ഞാൻ ചെയ്ത് 3 മണിക്കൂറിൻ്റെ ഡൽഹി എത്തിയപ്പോൾ ഞങ്ങൾക്ക് അവിടെ എയർക്രാഫ്റ്റ് ചേഞ്ച് ഉണ്ടായിരുന്നു. ഈ സെക്ടർ ലാൻഡിംഗ് പ്രബീഷിന് കിട്ടുന്നതുകൊണ്ട് പെട്ടിയെടുത്ത് പ്രബീഷ് ചാടി ഫ്രണ്ടിലിറങ്ങി. തൊട്ടു പുറകെ ഞാൻ. പ്രബീഷ് ഡോറ് തള്ളിപ്പിടിച്ച് നിൽക്കുന്നതിനുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല കേട്ടോ, ഈ സെക്ടർ ലാൻഡിംഗ് കിട്ടുന്നതുകൊണ്ട് മാത്രമാണ്. പ്രബീഷൻ സെക്ടർ കൊടുത്ത് ഞാൻ വോക്കറുണ്ടായി പുറത്തിറങ്ങി. ഡൽഹിയാണ്, നല്ല ചൂടായിരുന്നു. വോക്ക് റൗണ്ടിന് പോയി ചുറ്റുമുള്ള പ്ലെയിനൊക്കെ വായി നോക്കിയിരുന്നു. പ്ലെയിൻ എപ്പോഴും ഒരു ക്രേസാണ്. ഞാൻ കൊണ്ട് ഇറക്കിയിട്ട പ്ലെയിൻ. അങ്ങനെ തിരിച്ച് 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കൊച്ചി എത്തി. അതെ, കൊച്ചി എത്തി. കൊച്ചി ഡൽഹി സെക്ടേഴ്സ് എപ്പോഴും വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ്. മറ്റൊന്നും കണ്ടല്ല, ഒരു ഓഫീസ് ജോലി പോലെയാണ്. രാവിലെ ഒരു 9 മണിക്ക് പോയി തിരിച്ച് വൈകിട്ട് 5 ആകുമ്പോഴേക്കും വീട്ടിലെത്താം. ആൻഡ് ദാറ്റ് വെൻ യു ഗെറ്റ് ടു ഫ്ലൈ വിത്ത് വൺ ഓഫ് യുവർ ഫേവറേറ്റ് എഫേർട്സ് ഇറ്റ് ബിക്കംസ് ഈവൻ സ്വീറ്റർ. ഇതൊരിക്കലും ഞാൻ പ്രവീഷ് പറഞ്ഞിട്ട് ഇട്ടതല്ല എന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ട് ഞാൻ പോകുന്നു. ബൈ.